മാന്യ സ്നേഹിതർക്ക് സ്നേഹാവന്ദനങ്ങൾ. ചില ആഴ്ചകൾക്ക് മുമ്പ് TPM സഭയിൽപ്പെട്ട ഒരു ശുശ്രൂഷകൻ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് നിലത്തേക്ക് വീഴുകയും പിന്നീട് അദ്ദേഹം മരുന്നുപയോഗിക്കാതെ മരണപ്പെടുകയും ചെയ്തു. സ്ഥലത്തെ കളക്ടർ അടക്കം അവിടെ ചെന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. ഏറ്റവും ഒടുവിലത്തെ സ്റ്റേജിൽ എങ്ങോട്ടോ അവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ കേൾക്കുന്നത്, അറിയില്ല. ഏതായാലും ആ മനുഷ്യൻ മരണമടഞ്ഞു. 45 അങ്ങനെ എന്തോ പ്രായമുള്ളൊരു മനുഷ്യനാണ്. അതിനോട് ബന്ധപ്പെട്ട് TPM ചർച്ചിനെ കുറിച്ച് വാചാലമായ ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. TPMനെ കുറിച്ച് അറിയുന്നവരും അറിയാത്തവരുമായി എല്ലാവരും ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ TPMനെ കുറിച്ച് വളരെ വിശാലമായ ചർച്ചകൾ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തിൽ ഒരു സഹോദരിയുടെ 2 വീഡിയോസ് കണ്ടു. അവരും TPMനെ പുകഴ്ത്തിയും അവരിതുവരെ നിന്നത് അസംബ്ലീസ് ഓഫ് ഗോഡിലാണെന്നും അത് മോശമാണ് എന്നും TPM പോലൊരു സംഘടന ഇല്ല എന്നുള്ള നിലയിലുമൊക്കെ അവര് 2 വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഞാനത് ശരിക്കും കേട്ടു. എന്താണ് പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ശരിക്കും കേട്ടു. കാരണം ഞാൻ ജനിച്ചു വളർന്നത് TPMലാണ്. അതുകൊണ്ട് TPMനെ കുറിച്ച് നല്ല ബോധ്യം എനിക്കുണ്ട്. എൻ്റെ മാതാപിതാക്കളും അതിന്റെ മുകളിലത്തെ തലമുറയും ഒക്കെ TPMൽ തന്നെയായിരുന്നു. എൻ്റെ അപ്പന്റെ പെങ്ങള്, അമ്മയുടെ പെങ്ങള് ഒക്കെ TPMലെ സുവിശേഷകരായിരുന്നു. മദർമാരായിട്ടാണ് അവരൊക്കെ പിന്നീട് മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് വളരെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ എൻ്റെ അപ്പന്റെ അനുജന്റെ മകള് TPMലെ മദറാണ്. എന്റെ ഫ്രണ്ട്സ് ഒത്തിരി പേര് TPMൽ ശുശ്രൂഷയിൽ ഉണ്ട്. ഞാനും TPMലെ ശുശ്രൂഷകനാകേണ്ടവനായിരുന്നു. അങ്ങനെ ആയിരുന്നു എങ്കിൽ ഇന്ന് ഞാൻ ഭൂമിയുടെ പുറത്തുണ്ടാകുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ എനിക്കൊരു 15 കൊല്ലം വരുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ഡയബറ്റിക് ഉണ്ടായിട്ട്. അപ്പോ ഇത്രയും വർഷം ഞാനിവിടെ എത്തിയതിന്റെ പുറകിലെ പ്രത്യേകത മെഡിസിൻ ഉപയോഗം കൂടി കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ TPMലെ ശുശ്രൂഷകനായിരുന്നു എങ്കിൽ ഇതിനോടകം വിശ്വാസത്തിന് വേണ്ടി എന്ന പേരിൽ ഞാനും മരിക്കേണ്ടി വന്നേനെ. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ചില കാര്യങ്ങളെ കുറിച്ച് ഓർപ്പിക്കാനുള്ളത്, ഒന്ന്, എന്താണ് സഭ എന്നത് നമ്മൾ തിരിച്ചറിയണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ തലയായ ക്രിസ്തുവിന്റെ ഉടലായ സഭ അതെന്താണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അത് രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടമാണ്. യേശുക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ചേരുന്നവരുടെ കൂട്ടമാണ്. പിന്നീട് വചനപ്രകാരം ജീവിക്കുക എന്നുള്ളതാണ് പ്രത്യേകത. അത് വ്യക്തിപരമാണ്. ഞാൻ ദൈവസഭയുടെ അംഗമാണെന്ന് പറയുമ്പോൾ തന്നെ യൂണിവേഴ്സൽ ചർച്ചിന്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് ഞാൻ. നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇപ്പോൾ നമ്മൾ സഭകളെന്ന് പറഞ്ഞ് ധരിക്കുന്നത് എല്ലാം പ്രസ്ഥാനങ്ങളാണ്. കാത്തലിക് ചർച്ച് ഒരു പ്രസ്ഥാനമാണ്. പക്ഷെ അവര് പൊതുവിൽ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നത് സഭ എന്ന് പറയുന്നു. അവരിങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ വിചാരം ഇതാണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ. അല്ല, അതൊരു പ്രസ്ഥാനമാണ്. കാത്തലിക് ഒരു പ്രസ്ഥാനമാണെന്ന് പറയുമ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുമായി ഒരു ബന്ധവും ഇല്ലാത്ത സഭയാണ്. അങ്ങനെ പറയാൻ കാരണം വിശുദ്ധ വേദപുസ്തകവുമായി പുലബന്ധം പോലും കാത്തലിക്സിനില്ല. ഇനി ഓർത്തഡോക്സ് ആയിക്കോട്ടെ, CSI ആയിക്കോട്ടെ, മർത്തോമ ആയിക്കോട്ടെ, അതെല്ലാം അങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾ നോക്കേണ്ടത് യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായി മാറണമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെയാണ് ആകേണ്ടത് എന്ന് ബൈബിൾ കൃത്യമായി പറയും. അതുവഴി വേണം നമ്മൾ യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാകാം. അതാകാൻ വേണ്ടി നിങ്ങൾ TPMൽ നിന്നത് കൊണ്ടോ, AGയിൽ നിന്നത് കൊണ്ടോ, IPCയിൽ നിന്നത് കൊണ്ടോ, ഷാരോണിൽ നിന്നത് കൊണ്ടോ ഒന്നും അർത്ഥമില്ല. ഈ പറഞ്ഞതെല്ലാം വെറും സംഘടനകളാണ്. ഇവകൾ ഒക്കെ നമുക്ക് ഗവൺമെന്റിന് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വെറും തലക്കെട്ട് മാത്രമാണ് ഇവകൾ. നിങ്ങൾ ഇവകളെ കുറിച്ച് വെറുതെ ബേജാറാകേണ്ട കാര്യമില്ല. ഇനി നമുക്ക് എളുപ്പത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്.
എന്ന് പറഞ്ഞാൽ കാത്തലിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവർ ബൈബിളിന് എത്രത്തോളം സ്ഥാനം കൊടുക്കുന്നു, ഇവർ യേശുവിനെ എത്രത്തോളം അംഗീകരിക്കുന്നു, ബൈബിളിൽ ഇല്ലാത്ത പുണ്യാളന്മാർക്ക് ഇവർ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ നമുക്കതിനെ എടുക്കണോ വേണ്ടയോ, കൊള്ളണോ തള്ളണോ എന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. ഇതുപോലെ തന്നെ പെന്റക്കോസ്റ്റൽ പ്രസ്ഥാനങ്ങളിലും, അല്ലെങ്കിൽ യഹോവ സാക്ഷി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവർ യേശുവിനെ സ്വീകരിക്കാത്തവരാണ്, പരിശുദ്ധാത്മാവുമായി ബന്ധമില്ലാത്തവരാണ്. ശബത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവർ ശനിയാഴ്ച ആരാധനക്കാരാണ്, ബൈബിളുമായി ബന്ധമില്ലാത്തവരാണ്, കൃപയിലല്ല അവർ നിലനിൽക്കുന്നത്, അവർക്ക് ന്യായപ്രമാണമാണ് ഇപ്പോഴും വേണ്ടത്. ബ്രദറൻ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവർ പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളുന്നില്ല, അന്യഭാഷ അവർ അംഗീകരിക്കുന്നില്ല, കൃപാവരങ്ങളെ അവർ സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ഓരോ സംഘടനയുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഏറെക്കുറെ അവരുടെ വിശ്വാസ പ്രമാണം എന്താണെന്ന് പിടികിട്ടും. അതുപോലെ AGIPC, ഷാരോൺ, ചർച്ച് ഓഫ് ഗോഡ്, ന്യൂ ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഇത്യാദി ചർച്ചുകള് എല്ലാം ഒരു സമസ്വഭാവമുള്ള ചർച്ചകളാണ്. അപ്പൊ അതിന് പ്രസിഡന്റുമാര് വേറെയാണ്, വൈസ് പ്രസിഡന്റുമാര് വേറെയാണ്, പിന്നെന്താ അതിന്റെ ഏടാകൂടമൊക്കെ വഹിക്കുന്ന ചുമതലക്കാര് വേറെയാണെന്നല്ലാതെ ഇവരൊക്കെ സമാന ചിന്താഗതി ഉള്ളവരാണ്. തൃത്വത്തെക്കുറിച്ചായാലും രക്ഷയെക്കുറിച്ചായാലും ബൈബിളിനെ കുറിച്ചായാലും നിത്യതയെക്കുറിച്ചായാലും ഒക്കെ സമാന ചിന്താഗതി ഉള്ളവരാണ്. TPM അതിൽ നിന്ന് വ്യത്യാസമുണ്ടോ എന്ന് കേട്ടാൽ പറയത്തക്ക വലിയ വ്യത്യാസമൊന്നും ഇല്ല. TPM ഏറെക്കുറെയൊക്കെ നിത്യതയോടുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ, രക്ഷയോടുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സാമ്യമുള്ളത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ വലിയ തകരാറുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് TPM ഒരു കൾട്ട് എന്ന നിലയിലൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ബൈബിൾ അവര് അനുസരിക്കുന്നതാണ്, കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ ഒരു കൂടിയതായിട്ടും പറയാൻ പറ്റത്തില്ല, കുറഞ്ഞതായിട്ടും പറയാൻ പറ്റത്തില്ല. മറ്റു സഭകളെ പോലെ തന്നെയാണ് TPM. ഇനി അതിൽ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. അത് അവരുടെ വിശ്വാസികൾക്ക് തോന്നുന്ന വെറൈറ്റീസ് ആണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ റോമൻ കാത്തലിക്കിലെ ആൾക്കാർക്ക് അവർ എന്തിന്റെ വലിയ സംഭവത്തിന്റെ ആളാണെന്ന് തോന്നുന്നത് പോലെ ഇവർക്കും തോന്നുന്നു. വാസ്തവത്തിൽ ജാതീയ സഭകളിൽ എന്ന് പറഞ്ഞാൽ പത്രമായ സഭകളിൽ കാത്തലിക് എത്രത്തോളം പ്രൗഢി കാണിക്കുന്നുവോ അതുപോലെ പെന്റക്കോസ്റ്റ് സഭകളിൽ TPM എന്ന പ്രസ്ഥാനം ഒരു പ്രൗഢി അവകാശപ്പെടുന്നു. അവകാശപ്പെടുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം ശുശ്രൂഷകർ വിവാഹം കഴിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഞാനിനി മടങ്ങി വന്നോട്ടെ, ബാക്കി പിന്നെ പറയാം. വാസ്തവത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് TPM എന്ന് പറയുന്നത് യേശുക്രിസ്തു ആരംഭിച്ച സഭയായിട്ടൊന്നും ആരും കാണണ്ട. കാത്തലിക്കും അങ്ങനെ തന്നെ. ഇതിൽ അറിയേണ്ടത് 1923 ശ്രീലങ്കയിൽ രാമൻകുട്ടി എന്നയാളാണ് രക്ഷിക്കപ്പെട്ടു വന്ന് അദ്ദേഹത്തിൽ നിന്ന് ആരംഭിച്ച കുറച്ച് ആശയങ്ങൾ ഉൾക്കൊണ്ടതാണ് പിൽക്കാലത്ത് വന്ന TPM എന്ന് പറഞ്ഞാൽ അരാവരം 100 കൊല്ലം ആകുന്നേ ഉള്ളൂ ഈ സഭയുടെ ആരംഭം വന്നിട്ട്. യേശുക്രിസ്തു വന്നേച്ച് പോയിട്ട് 2000 കൊല്ലം കഴിഞ്ഞെന്നറിയണം. ഈ സഭയുടെ ആരംഭം വന്നിട്ട് 100 കൊല്ലം തികച്ചാകുന്നില്ല എന്നും നിങ്ങൾ തിരിച്ചറിയണം. ഇത് അറിഞ്ഞ് തന്നെ വർത്തമാനം പറയണം. അതുകൊണ്ട് പണ്ടേ ഉണ്ടായിരുന്നതാണ് ഈ സഭയെന്നും ഈ സഭയാണ് യേശു സ്ഥാപിച്ചതെന്നും ഒക്കെ പറയുന്ന TPM-കാരെ എനിക്കറിയാം. പിന്നെ കിഴക്കേത് വടക്കേതെന്ന് അറിഞ്ഞൂടാത്ത ഒരിടത്ത് വർത്തമാനം പറയാൻ പോയിട്ട് കാര്യമൊന്നുമില്ല. ഈ കാത്തലിക്കിനെ കുറിച്ച് പറയുന്ന പോലെയാണ്. കാത്തലിക്കിനെ കുറിച്ച് അവർ പറയുമ്പോൾ അവർ പറയാറുണ്ട്, ഞങ്ങളുടെ അപ്പോസ്തലനാണ് വലിയ അപ്പോസ്തലൻ, ഞങ്ങളുടെ പത്രോസ് ആദ്യത്തെ പോപ്പായിരുന്നു, ഇതൊരു കോപ്പുമല്ലായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ ഇവന്മാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇവരുടെ തലച്ചോറിനെ അത്രയധികം ഇവര് മലീമസമാക്കിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തലച്ചോറിനകത്ത് ഇവർക്കൊന്നും പറഞ്ഞ് കേട്ടാൻ പറ്റത്തില്ല. ഇതേ പ്രശ്നം തന്നെയാണ് TPM-ന്. TPM-കാരുടെ ഒരു പ്രത്യേകത ആ ചർച്ചിന്റെ ഒരു സ്ട്രക്ചറാണ്. എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകർ കല്യാണം കഴിക്കുന്നില്ല. 2, ശുശ്രൂഷകരെല്ലാം വിട്ടും ഒക്കെ വന്നവരാണെന്ന ധാരണ പടർത്തുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളിലാണ് അത് വേറൊരു റേഞ്ചിലേക്ക് സഭ നിൽക്കുന്നത് പോലെ തോന്നുന്നു. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പൊ ഞാൻ ആദ്യം ഓർപ്പിച്ചു, 100 വർഷം അരാവരം തികയുന്നതേ ഉള്ളൂ രാമൻകുട്ടി പോളായി മാറിയിട്ട് ഇത്തരത്തിലൊരു കൂട്ടായ്മയുടെ ആരംഭം ശ്രീലങ്കയിൽ തുടങ്ങിയിട്ട്. ശ്രീലങ്കയിൽ TPM എന്നല്ല അറിയപ്പെട്ടത്, സിലോൺ പെന്തക്കോസ്റ്റ് മിഷൻ എന്നാണ് അറിയപ്പെട്ടത്. കേരളത്തിൽ ഇവിടുത്തെ പെന്തക്കോസ്റ്റ് പ്രസ്ഥാനങ്ങൾ 100ാമത് കൺവെൻഷൻ പോലും ഇവിടെ കഴിഞ്ഞു. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അവർ കേരളത്തിൽ വന്നത്. പിന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങി, കൺവെൻഷനുകൾ തുടങ്ങി. 100ാം കൺവെൻഷനൊക്കെ ഇവിടെ കഴിഞ്ഞു പല സംഘടനകൾക്കും.
അല്ലെ? IPSC ആയാലും ചർച്ച കോഡിനായാലും ഏജിക്കായാലും ഒക്കെ ഈ ഒരു പരുവത്തിന് എത്തിക്കഴിഞ്ഞു. അത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അത്രയും പഴക്കം പോലും വാസ്തവത്തിൽ ഈ പറഞ്ഞ TPM എന്ന സംഘടനയ്ക്ക് വരുന്നില്ല. അത് പ്രശ്നമൊന്നുമുള്ള കാര്യമൊന്നുമല്ല. പഴക്കം എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അത് കൊള്ളാന്ന് പറയാനൊന്നും നമുക്ക് പറ്റത്തില്ല. ഇവിടുത്തെ പ്രത്യേകത TPMന് എങ്ങനെ ഇത്തരത്തിലൊരു ഭാവം വന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. TPMന്റെ സ്ഥാപകൻ പാസ്റ്റർ പോളാണ്. മൂപ്പര് ഒരു ഹിന്ദുമത വിശ്വാസിയായിരുന്നു എന്ന് പറയുന്നു. ചിലര് പുള്ളിക്ക് ഒരു ബുദ്ധമത വിശ്വാസത്തോട് ചായ്വുണ്ടായിരുന്നു എന്ന് പറയുന്നു. എനിക്കറിയില്ല. ഹിന്ദുമത വിശ്വാസി എന്ന നിലയിലാണ് ഇവരുടെ പരാമർശം. പോളിനോട് ചേർന്ന് വന്ന അടുത്തയാളാണ് പാസ്റ്റർ ആൽവിൻ. ആൽവിൻ പാസ്റ്ററാണ് വാസ്തവത്തിൽ TPMന് ഇത്തരത്തിലൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയത്. ഒരു സഹോദരി യൂട്യൂബ് വീഡിയോയിൽ പറയുന്ന കേട്ടു, ആൽവിൻ പാസ്റ്റർ ദുരുപദേശങ്ങളെ കൊണ്ടുവന്നു, അതുകൊണ്ട് ആൽവിൻ പാസ്റ്റർ സഭയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറയുന്ന കേട്ടു. എവിടെ നിന്നാണ് കഥ കിട്ടിയതെന്ന് എനിക്കറിയില്ല. ആൽവിൻ പാസ്റ്ററാണ് ഈ ചർച്ചിനകത്ത് ശുശ്രൂഷകർ വിവാഹം കഴിക്കണ്ട എന്നൊരു ഏടാകൂടം കൊണ്ടുവന്നത്. അത് കൊണ്ടുവരാനുണ്ടായ കാരണം ഇദ്ദേഹം വന്നത് ബുദ്ധമതത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ബുദ്ധ സന്യാസിമാരുടെ ഒരു ചായ്വ് മൂപ്പർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ബുദ്ധമതത്തിൽ സന്യാസിമാരാണ് കൂടുതൽ. അപ്പോൾ അത്തരത്തിലൊരു സന്യാസ ജീവിതമാണ് വിശുദ്ധ ജീവിതം എന്ന് മൂപ്പര് പഠിപ്പിച്ചു. ആ പഠിപ്പിക്കലിന് ഒരു വ്യത്യാസവും ഇന്നും TPMൽ വന്നിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും കൊണ്ട് കേട്ടോ, അവിടെ കുടുംബക്കാരാണ് ശുശ്രൂഷിക്കുന്നത്. കേരളത്തിൽ താമസിയാതെ ഇത് വരും, സംശയമൊന്നും വേണ്ട. കാരണം കേരളത്തിൽ ഇപ്പോ ശുശ്രൂഷക്കാരില്ലാത്തൊരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. പണ്ടൊക്കെ ശുശ്രൂഷകന്മാർ എക്സ്ട്രാ കിടക്കും. ഞാൻ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം സെൻട്രൽ പാസ്റ്റർക്ക് കാല് തിരുമ്മി കൊടുക്കാനും ബാഗ് ചുമന്ന് നടക്കാനും വണ്ടി ഓടിക്കാനും ഒക്കെ ഉപദേശിമാരുണ്ടായിരുന്ന കാലമുണ്ട്. അന്ന് ഇവർക്ക് ചർച്ച കിട്ടണമെങ്കിൽ തന്നെ 7-8 കൊല്ലം ഇവരെ കക്കൂസ് കഴിയും, അപ്പച്ചന്മാരുടെ തുണി അലക്കിയും ആണുങ്ങളും, സ്ത്രീകൾ അടുക്കളപ്പണി ചെയ്തും ആ അമ്മച്ചിമാർക്ക് തുണി അലക്കി കൊടുത്തും നടക്കണമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞാൽ ഇവർക്ക് ചർച്ച കിട്ടത്തുള്ളൂ. ഇപ്പൊ അങ്ങനെ അല്ല. ഇപ്പൊ ഇറങ്ങിയാൽ പിറ്റേന്ന് ചർച്ച കിട്ടും. 6 മാസം വല്ലതും അവരെ ഒരു ചെറിയൊരു ഇച്ചിരി കൊണ്ട് നടക്കുന്നല്ലാതെ വേറെ കലാപരിപാടികളൊന്നും തന്നെ ഇല്ല. കാരണം വലിയ ചർച്ചകൾക്ക് പോലും 2-3 ചർച്ചിന് ഒരു പാസ്റ്ററേ ഇപ്പോഴുള്ളൂ. എരുത്താവൂർ, കാട്ടാക്കട, വിഴവൂർ, നെയ്യാറ്റിൻകര, നെടുമങ്ങാട് ഇത്യാദി വലിയ ചർച്ചകൾക്ക് പോലും ഇരിക്കാൻ പാസ്റ്റേഴ്സ് ഇല്ലാത്ത നിലയിൽ ഇവർക്ക് എണ്ണം കുറഞ്ഞു. എണ്ണം കുറയാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം വിശ്വാസ ജീവിതം തന്നെയാണ്. ഈ വിശ്വാസ ജീവിതം എന്നതും പാസ്റ്റർ പോളിന്റെ സംഭാവന തന്നെയാണ്. ഫെയ്ത്ത് ഹോം എന്നാണ് ഇവരുടെ വിശ്വാസ ഭവനം എന്നാണ് ഇവരുടെ താമസിക്കുന്ന വീടിന്റെ പേര്. പിന്നെ ചർച്ചായി, കൂട്ടായ്മയായി, അതിന്റെ സെറ്റപ്പ് ഒക്കെ വേറൊരു സെറ്റപ്പാണ്. ഉപദേശിമാർ സാരി പോലെ നീളമുള്ള 5 മീറ്റർ നീളമുള്ള മുണ്ടാണ് ഉടുക്കുന്നത്. അതൊരു പ്രത്യേക രീതിയിൽ നൊറിയൊക്കെ ഇട്ട് ഉടുക്കും. അതൊക്കെ എനിക്കറിയാം, ഞാനതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഉടുക്കും. മുണ്ട് പിന്നെ എന്താ പറയാ, ജുബയൊക്കെ നല്ല സൂപ്പറായിട്ട് അവർ വെളുപ്പിച്ചിടും. ഇവരുടെ ആകെയുള്ള സുവിശേഷ വേല എന്താണെന്ന് ചോദിച്ചാൽ കുപ്പായം അലക്കുക, അവിക്കുക, അടിച്ചലക്കുക, കഞ്ഞി മുക്കുക, പിന്നെ നീലം മുക്കുക, കളറിലിട്ടുകൊണ്ട് നടക്കുക. ഇതാണ് വാസ്തവത്തിൽ ഇവരുടെ സുവിശേഷ വേല എന്ന് പറയുന്നത്. ഈ സഹോദരി പറയുന്നത് കേട്ടോ, പണ്ട് സുവിശേഷകർ വീടില്ലാതെ റോഡിൽ കിടന്നു എന്നൊക്കെ. എവിടെ കിടന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഏതായാലും ഒരു 10-40 കൊല്ലത്തെ പരിചയം എനിക്കുണ്ട്. അതിൽ ഞാനൊരുത്തും കണ്ടിട്ടില്ല. എന്നെക്കാൾ പ്രായമുള്ളതാണ് ഈ സഹോദരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അങ്ങനെ ശുശ്രൂഷയുടെ ഭയങ്കര തിരക്കുള്ളത് കൊണ്ടാണ്, ഭാര്യമാരെ നോക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കല്യാണം വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ഈ സഹോദരി വെച്ച് തള്ളിയത്. അത് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയൊന്നും അല്ല. ഇത് ഈ ബുദ്ധമതത്തിൽ നിന്ന് വന്ന ഒരു രൂപാന്തരമാണ്. അതിനകത്ത് ഒരു വ്യത്യാസമൊന്നുമില്ല. ഞാൻ TPMൽ ജനിച്ചു വളർന്നത് കൊണ്ട് തന്നെ എനിക്ക് അതിന്റെ ഒരു ഒഴുങ്കുണ്ട്. അത് എത്ര തൂത്താലും മാറത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ വലിയ പേരെടുക്കാൻ ശ്രമിക്കാതിരിക്കുക, സ്റ്റേജിൽ നമ്മുടെ പേര് അനൗൺസ് ചെയ്യുന്നത് ആഗ്രഹിക്കാതിരിക്കുക, പേരിന്റെ മുമ്പിൽ റവ വയ്ക്കണോ മൈദ വയ്ക്കണോ എന്നതിനെ കുറിച്ച് നമുക്ക് ബേജാറൊന്നുമില്ല. നോട്ടീസ് അടിക്കുമ്പോൾ ഇന്ന നോട്ടീസ് അടിക്കണം, ഈ സൈസ് അടിക്കണം എന്നൊന്നും പറയാൻ പറ്റാത്തൊരു മനോഭാവം. ഈ മനോഭാവവും ഈ ഒരു രീതിയൊക്കെ എനിക്ക് കൈവന്നത് ഈ TPMൽ ജനിച്ചു വളർന്നത് കൊണ്ടാണ്. അത് ജാത്യാ ഗുണം തൂത്താൽ പോകത്തില്ലെന്ന് പറഞ്ഞതുപോലെ അതൊരു വലിയ ആത്മീകന്റെ ലക്ഷണമൊന്നുമല്ല. ഞാൻ ജനിച്ചു വളർന്നപ്പോൾ സ്വായത്തമായ ചില കാര്യങ്ങളാണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, TPMൽ എന്ത് സുവിശേഷ വേലയാണ് നടക്കുന്നത്? രാവിലെ ഒരു സ്വതന്ത്ര പ്രാർത്ഥന, അത് കഴിഞ്ഞ് തുണി അലക്ക്, പിന്നെ കാപ്പൂടി എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണും. 10 മണിക്കൂർ പ്രാർത്ഥന ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ പ്രാർത്ഥനകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം മിക്കവാറും ചർച്ചിൽ പാസ്റ്റേഴ്സ് ഇല്ല. 2 ആന്റിമാര് മാത്രമേ ഉള്ളൂ. അവരെന്ത് പ്രാർത്ഥിക്കാൻ? അതുകൊണ്ട് എത്ര പ്രാർത്ഥന നടക്കുന്നതെന്നും എനിക്കറിയത്തില്ല. പിന്നീടുള്ള പ്രധാനപ്പെട്ട പരിപാടി തുണി അലക്കാണ്.
അത് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ചായ കുടിക്കലും, പിന്നെ വൈകുന്നേരത്തെ എന്തെങ്കിലും സ്വോത്ര പ്രാർത്ഥന. അവർക്ക് വീട്ടിൽ ചർച്ചിൽ തന്നെ ഉണ്ട് ഒരു സ്വോത്ര പ്രാർത്ഥന. ഇത് കഴിഞ്ഞിട്ട് വല്ലതും കഴിച്ചിട്ട് സൂത്രത്തിൽ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവിടെ പറയത്തക്ക കഥയൊന്നുമില്ല. ആകെയുള്ള പരിപാടി ബുധനാഴ്ച ഒരു ബൈബിൾ ക്ലാസ് ആണ്. അത് പഠിപ്പിക്കുന്നതോ ബൈബിൾ എന്താണെന്ന് പഠിച്ചിട്ടില്ലാത്ത ആളുമാണ്. കേൾക്കുന്നതോ തെക്കും വടക്കും അറിയില്ലാത്ത പുക അറിയില്ലാത്ത വിശ്വാസിയുമാണ്. അതുകൊണ്ട് അവിടെ യാതൊരു പ്രശ്നവുമില്ല. അത് അവരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും അതിനകത്ത് എത്രത്തോളം സാധനമുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട മീറ്റിംഗ് എന്ന് പറയുന്നത് ശനിയാഴ്ച നടക്കുന്ന പകലിൽ ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്, രാത്രിയിൽ ഒരു കാത്തിരിപ്പുമുണ്ട്. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. 2-3 പാട്ട് പാടും, തുടരെ കുറെ വരികൾ റിപ്പീറ്റ് ചെയ്ത് പാടും, കൈയടിക്കും, ഓളം വെക്കും. ഇത്ര തന്നെയാണ് സാധനം. പിന്നെ ഞായറാഴ്ചത്തെ ആരാധനയും അതും അത്ര തന്നെ. പിന്നെ സൺഡേ സ്കൂൾ അധ്യാപകരും ബാക്കി കാര്യങ്ങൾ എല്ലാം എനിക്കറിയാം. അതിനെക്കുറിച്ച് ഞാൻ അങ്ങോട്ട് പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഏത് ചർച്ചിലും പരാധീനതകളും പ്രതിസന്ധികളും ഉണ്ടെന്നുള്ളത് പോലെ TPM-ലും ഉണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. ദാറ്റ് ഇസ് നൺ ഓഫ് മൈ ബിസിനസ്. TPM-ൽ ആരെങ്കിലും ഒരാൾ മോശം പ്രവൃത്തി ചെയ്യുന്നു പറഞ്ഞാൽ TPM-ന്റെ മൊത്തം പ്രശ്നമായിട്ടൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. പിന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ TPM വിഴവൂർ ചർച്ചിലെ വിശ്വാസിയായിരുന്നു. അപ്പൊ തന്നെ ഏറെക്കുറെ ഉള്ളവർക്ക് അറിയാം വിഴവൂർ TPM ചർച്ചിന്റെ അവസ്ഥകൾ എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എനിക്ക് കുറെ ചർച്ചകളെ അറിയാം. ഞാൻ അതൊന്നും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നേ ഇല്ല. കാരണം അതെന്റെ ബിസിനസ് അല്ല. എനിക്ക് പറയാനുള്ളത് TPM ഒരു നല്ല പ്രസ്ഥാനമാണ്. അതിൽ അവർ ചെയ്തു വരുന്ന സെലിബസി, വിവാഹം കഴിക്കാതെ ശുശ്രൂഷകരിരിക്കുന്ന ഇടപാട് ബുദ്ധമതത്തിൽ നിന്ന് കയറി വന്നതാണ്. ബൈബിളുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇതിലെ ഉപദേശിമാരാരും ബിബ്ലിക്കലി ട്രെയിൻഡ് അല്ല. അവരുടെ വിശ്വാസിയായിട്ടിരുന്ന് ഏതാണ്ട് പോക പഠിക്കുന്നു. അവര് ശുശ്രൂഷകരായാലും പറയാൻ അവർക്ക് അത്രേ കിട്ടും. അതിന്റെ അപ്പുറത്തൊന്നും കിട്ടില്ല. സാധനം ഇല്ല അവരുടെ കയ്യിൽ. അത്ര തന്നെയാണ് അതിന്റെ കഥ. എന്ന് പറഞ്ഞാൽ വെളിയിൽ പോയി പച്ചക്കറിയും അരിയും സാധനങ്ങളും ഒന്നും മേടിക്കാതെ വീടിന്റെ അകത്ത് തന്നെ ഉള്ള വാഴയുടെ മാണവും ചേമ്പിന്റെ ഇലയും പിന്നെ വാഴയുടെ പീണ്ടിയൊക്കെ വെച്ച് കറി വെച്ച് തിന്ന് കിടക്കുന്നത് പോലെയുള്ള അനുഭവമേ അതിനകത്തുള്ളൂ. വെളിയിൽ നിന്ന് യാതൊരു സാധനവും അവർ പഠിക്കാറില്ല. പഠിക്കുന്ന ഉപദേശിമാരുണ്ടെങ്കിൽ അവർ സഭ വിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് അതൊക്കെ അവിടെ കിടക്കട്ടെ. TPM ഒരുപാട് മെച്ചമാണെന്നൊന്നും പറയാനില്ല. മെച്ചം എന്താണ് എന്ന് ചോദിച്ചാൽ ആകെയുള്ള മെച്ചം അതിന്റെ ഒരു ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ വൃത്തിക്ക് തുണി കൊടുത്ത് നടക്കും. രണ്ടാമത്തെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്തതുകൊണ്ട് അവർക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. പിള്ളേരെ നോക്കണ്ട, അവരുടെ മാതാപിതാക്കളെ നോക്കണ്ട, ഒന്നും നോക്കണ്ട. അതിനൊക്കെ ഇവർ പറയുന്ന ചില വാക്യങ്ങളുണ്ട്. അതൊന്നും കോണ്ടെക്സ്റ്റുമായി ബന്ധമുള്ള വാക്യമല്ല. ലൂക്കോസ് വിശേഷത്തിലെ വാക്യം എടുത്തിട്ട് ഇവർ പറയും, എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും സ്വന്തം ജീവനെയും പകയ്ക്കാത്തവന് ശിഷ്യനാവാൻ ഒക്കത്തില്ല. ഇപ്പൊ എന്റെ ചോദ്യം, TPM-ലെ ശുശ്രൂഷകര് മാത്രം ശിഷ്യരായാൽ മതിയോ? വിശ്വാസിയൊക്കെ ഈ പണി വേണ്ടേ? ഇപ്പൊ തെക്കും വടക്കും അറിഞ്ഞുകൂടാതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? TPM-ലെ അങ്കിളന്മാർക്കും ആന്റിമാർക്കും മാത്രം മതിയോ? ശുശ്രൂഷകർക്ക് മാത്രം മതിയോ ശിഷ്യരാകുന്നത്? ബാക്കിയുള്ളവർ എന്ത് പണിക്കാ അവിടെ ചെന്ന് വായി നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ശിഷ്യന്മാരല്ലേ? വചനം പറഞ്ഞത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കാനാണ്. അല്ല, നിങ്ങളെ ഉപദേശിയും മദറിനെ മാത്രം ശിഷ്യനാക്കാനല്ല പറഞ്ഞത്. ഇവിടെ തെക്കും വടക്കും അറിഞ്ഞുകൂടാതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കരുത്. രാമൻകുട്ടിയും പാസ്റ്റർ ആൽവിനും ചേർന്ന് എന്തൊക്കെയോ പറഞ്ഞു. അത് പിന്നീട് വേദവാക്യമായി. പാസ്റ്റർ ആൽവിനെ ചർച്ചയിൽ നിന്ന് പുറത്താക്കിയതൊന്നുമല്ല. പാസ്റ്റർ ആൽവിന് വെളിച്ചപ്പാടം കയറി അയാൾ പുറത്ത് പോയതാണ്. പാസ്റ്റർ ആൽവിൻ പോകുന്നതിന് മുമ്പൊക്കെ ഇവർ പാസ്റ്റർ ആൽവിൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് പരസ്യപ്പെടുത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. പാസ്റ്റർ ആൽവിന്റെ വീഴ്ചയോടുകൂടിയാണ് ഇവർ ഈ പണി അവസാനിപ്പിച്ചത്. അല്ലാതെ പാസ്റ്റർ ആൽവിന്റെ ഉപദേശം മോശമായതുകൊണ്ട് പുറത്താക്കിയതൊന്നും അല്ല. അയാൾക്ക് വെളിച്ചപ്പാടം ബാധിച്ച് അയാൾ പുറത്തു പോകേണ്ടി വന്നതാണ്. അല്ലാതെ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ഇനി TPM എന്ന പേര് വന്നതും മറ്റൊരു സംഭവമാണ്. സിലോണിൽ ആരംഭിച്ചതാണ്. സിലോണിൽ ലഹളയുണ്ടാവുകയും മറ്റ് ചില അക്കൗണ്ട്സ് പരമായ വിഷയങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് CPM മാറ്റി TPM ആക്കി മാറ്റിയതാണ്. ദ പെന്തക്കോസ്ത് മിഷനാക്കി മാറ്റിയതാണ്. ഇന്നും TPM നിലനിൽക്കുന്നുണ്ട്, CPM നിലനിൽക്കുന്നുണ്ട്. TPM-നാണ് ഒരല്പം മേൽക്കൈ ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സ്വന്തം ജീവനെയും പകച്ച് ഞങ്ങൾ ശിഷ്യരായി. അപ്പൊ കൂടെയുള്ള ആരും ശിഷ്യരാവുന്നില്ല. ഇതാണ് TPM-ന്റെ പ്രധാനപ്പെട്ട ദുരുപദേശം. 2, അപ്പനെ അമ്മയും മാത്രമല്ലേ അവര് വിടുന്നുള്ളൂ. ബൈബിൾ ക്ലിയർ ആയിട്ട് നോക്കിയാൽ അപ്പനെ അമ്മയെ സഹോദരങ്ങളെ ഭാര്യയെ മക്കളെ സ്വന്തം ജീവനെയും പകയ്ക്കണം. അപ്പൊ ശുശ്രൂഷകനാകാൻ ഇറങ്ങി വന്ന അങ്കിളന്മാരും ആന്റിമാരും അപ്പനെ പകച്ചു, പിന്നെ നോക്കാൻ പോകത്തില്ല. അമ്മയും പകച്ചു, നോക്കാൻ പോകത്തില്ല. സഹോദരങ്ങളെയും പകച്ചു, നോക്കാൻ പോകത്തില്ല.
ഭാര്യ പകയാൻ ഭാര്യ ഉണ്ടെങ്കിലേ പകയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ പിന്നെ അല്ലാതെ എങ്ങനെ പകയ്ക്കും? മക്കളെ പകയ്ക്കണമെങ്കിൽ സാധനം വേണ്ടേ? ഇല്ലാതെ എങ്ങനെ പകയ്ക്കും? ഏറ്റവും ഒടുവിൽ സ്വന്തം ജീവനെ പകച്ചാൽ പിന്നെ എങ്ങനെ ശുശ്രൂഷിക്കാൻ പറ്റും? അപ്പോൾ ആദ്യം ആ വാക്യത്തിന്റെ അർത്ഥം എന്തെന്ന് തിരിച്ചറിയണം. ഇത് തിരിച്ചറിയില്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്നും പറഞ്ഞൊരു ദുരുപദേശ സംഘടനയിലെ വിശ്വാസികളെ കണ്ടു. ചർച്ച് ഓഫ് ക്രൈസ്റ്റ് ഇഷ്ടംപോലെ സാധനമുണ്ട്. അപ്പൊ അതിലെ വിശ്വാസികളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും പാപം ഏറ്റു പറയും. ഒരു രസകരമായ സംഭവമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പാപം ഏറ്റു പറയും. ഇപ്പൊ ഒരാള് വ്യഭിചാരത്തിൽ പെട്ടുപോയാൽ ഒരു സ്ത്രീ അവിടെ ചെന്ന് ഈ സാധനം പറഞ്ഞാൽ അതൊരു പുരുഷനോടാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി അവിടുത്തെ കണ്ടീഷൻ എന്തായിരിക്കുമെന്ന്. ആശ്വസിപ്പിക്കാൻ പോകുന്ന യവനും പിന്നീട് അവരുമായിട്ട് വ്യഭിചാരം ചെയ്യേണ്ട അന്തരീക്ഷം വരും. ഞാൻ പറഞ്ഞ മനസ്സിലാട്ടോ, എന്താണ് യവന്മാർ കാണിക്കുന്നതെന്നൊന്നും യാതൊരു പിടിയില്ല. അപ്പൊ ഇവര് പറയുന്നത് ഒറ്റ വാക്യാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുവനോടൊരുവൻ പാപമേറ്റു പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കും. കണ്ടോ, അതിനെ കോണ്ടെക്സ്റ്റ് അറിഞ്ഞുകൂടാ. അതൊരു പുതിയ സഭ, ചർച്ച് ഓഫ് ക്രൈസ്റ്റ്. കണ്ടോ, ഒരുപാട് ആൾക്കാരോട് പോകുന്നു. തെക്ക് വടക്ക് അവർക്ക് അറിയത്തില്ല. അവര് ഡിസൈപ്ലിങ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വേട്ടവാളിത്തനങ്ങൾ പറയുന്നത് കേൾക്കാം. ഒരു ബോധമില്ലാത്ത ഒരു ഗ്രൂപ്പാണ് അവര്. അതിൽ ഞാൻ പല വിശ്വാസികളുടെ അടുത്ത് പോയി, തെക്കേത് വടക്കേത് ജഗ പോക അവർക്ക് അറിയത്തില്ല. ചുമ്മാ ഇങ്ങനെ പറയുക. അതേ ഒരു സൈസ് തന്നെയാണ് ഈ TPM എന്ന് പറയുന്നത്. അതിനകത്ത് വേറെ സംശയമൊന്നുമില്ല. അപ്പൊ അതിന്റെ ഒരു ഡിസിപ്ലിനിലാണ് ഈ കാര്യം പോകുന്നത്. അല്ലാതെ അതിനകത്ത് വേറെ യാതൊരു കഥയുമില്ല. ഇനി പൗലോസ് പറഞ്ഞിരിക്കുന്നു, വിവാഹം കഴിക്കാതിരിക്കുന്നത് നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ കഴിക്കാതിരിക്കുന്നത്. കഴിക്കാതിരുന്നാൽ ഒരുപാട് ശുശ്രൂഷ നടക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ വിവാഹം കഴിച്ച് 2 കുഞ്ഞുങ്ങളുമായി എന്റെ മാതാപിതാക്കളെയും എന്റെ അങ്കിളിനെയും ആന്റിയും നോക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ചെയ്യുന്ന സുവിശേഷ വേല ഒരു TPM കാരൻ ചെയ്യില്ലെന്ന് 100% എനിക്ക് ഉറപ്പിച്ച് പറയാം. അല്ലെങ്കിൽ അത്ര ചെയ്യുന്ന ഒരാൾ ആരാണുള്ളതെന്ന് ചോദിച്ചിട്ട് TPM കാരൻ എന്നെ പരിചയപ്പെടും, എന്നോട് സംസാരിക്ക്, നമുക്ക് തമ്മിൽ സംസാരിക്കാം. നിങ്ങളുടെ ശുശ്രൂഷകൻ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു എന്നും ഞങ്ങൾ എത്ര സമയം വർക്ക് ചെയ്യുന്നു എന്നും അപ്പൊ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞൊരു അർത്ഥം പിടി കിട്ടുന്നുണ്ടോ? ഒരു ചുക്കും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ പരമമായ യാഥാർത്ഥ്യം. വിശുദ്ധ ജീവിതം എന്നത് വിവാഹം കഴിക്കാതെ ജീവിക്കുന്നതാണെന്ന് പാസ്റ്റർ ആൽവിൻ കൊണ്ടുവന്നതാണ്. അതേപോലെ തന്നെ മരുന്ന് കഴിക്കുന്ന സാധനവും പാസ്റ്റർ ആൽവിൻ കൊണ്ടുവന്നതാണ്. അതിനെ ഇവർ ചുമന്ന് നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആരോ വീഡിയോയിൽ പറയുന്ന കേട്ടു, ഇവർ മരുന്ന് കഴിക്കത്തില്ലെങ്കിലും കണ്ണട വെക്കും. അതെ, കണ്ണട മരുന്നായിട്ട് അവർ പരിഗണിക്കുന്നില്ല. കാലയിലിടുന്ന ചെരുപ്പ് കാലിന്റെ മരുന്നായിട്ട് അവർ പരിഗണിക്കുന്നില്ല. കഴിക്കുന്ന ആഹാരം വിശപ്പിന്റെ മരുന്നായിട്ട് അവർ പരിഗണിക്കുന്നില്ല. ഇനി ഇതെല്ലാം മാറിയാൽ ഇവരുടെ അടുത്ത് നിങ്ങൾ ചെന്ന് ഒരു ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞു നോക്കിയേ, ആന്റി മരുന്ന്, നല്ല ഉഗ്രം മരുന്ന് പറഞ്ഞു തരും. അല്ലെ, കരിപ്പോട്ടി കാപ്പി എങ്ങനെ ഉണ്ടാക്കണം നന്നായിട്ട് പറഞ്ഞു തരും. ഇതങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മാസത്തേക്ക് പനി വരത്തില്ല. അതുകൊണ്ട് എല്ലാ ഒറ്റമൂലിയും അവർ പഠിച്ചു വെച്ചിട്ടാണ് നടക്കുന്നത്. ഇവരുടെ എല്ലാ പരിപാടിയും ഉണ്ട്. ഇംഗ്ലീഷ് മരുന്ന് മേടിക്കത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടുണ്ടായ ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ, നല്ല ദൈവദാസന്മാർ, 100 കണക്കിന് ദൈവദാസന്മാർ ഇവരുടെ ഇടയിൽ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞ് അനുഭവിച്ച് മരിക്കുകയാണ്. അതിനെ എനിക്ക് ആത്മഹത്യ എന്ന പദം ഉപയോഗിക്കാനാണ് ഇഷ്ടം. കാരണം ഇത് ആത്മഹത്യയാണ്. എന്റെ ശരീരത്തിൽ പഞ്ചസാര കൂടുന്നത് തിരിച്ചറിഞ്ഞ്, ഞാൻ കഴിച്ച ആഹാരത്തിന്റെ പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞ് ആഹാരത്തിൽ കൺട്രോൾ വരുത്തി എന്റെ ശരീരത്തിൽ കൂടിപ്പോയ പഞ്ചസാരയെ ഇൻസുലിൻ ഉപയോഗിച്ചോ എന്തെങ്കിലും മെഡിസിൻ കഴിച്ചോ അതിന്റെ അളവ് കുറച്ച് ശരീരത്തിന്റെ ആരോഗ്യം വീണ്ടെടുത്ത് താൻ പ്രതിഷ്ഠിച്ച ജീവിതത്തിന്റെ ശുശ്രൂഷ ചെയ്തു തീർക്കേണ്ടതിന് പകരം രോഗിയായി അവിടെ കിടന്ന് കുറേശ്ശെയായി മരിക്കുകയാണ് മിക്കവാറും ആൾക്കാർ ചെയ്യുന്നത്. 35-നും 45-50-ഇടയ്ക്ക് എത്ര യൗവനക്കാരാണ് ഇവരുടെ ഇടയിൽ മരിച്ചത്? ഇഷ്ടം പോലെ പേർ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിയെ ഇവര് ഒരു സ്ഥലത്ത് ശവം അടക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. പാസ്റ്റർ ആമോസ് എന്നാണ് പേര്. അദ്ദേഹം വിഴവൂർ TPM ഇരുന്ന് വിഴവൂർ TPM-ന്റെ ചർച്ച് പണിതതെല്ലാം അദ്ദേഹമാണ്. ആ മനുഷ്യനെ സെന്ററിൽ നിന്ന് എവിടെയോ ഒരു ശവം അടക്കിന് വേണ്ടി അവർ പറഞ്ഞു വിട്ടു. പിന്നീട് അതെന്തോ ഒരു പോലീസ് കേസ് ഉണ്ടായി. ആ ശവം തിരിച്ചെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇദ്ദേഹം അവിടെ ചെന്നത് കണ്ടുകൊണ്ട് നിന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. കാരണം ചെന്ന് നിന്നേ പറ്റത്തുള്ളൂ. നല്ല ഭക്തനായ ഒരു മനുഷ്യൻ. അയാൾ അവിടെ ചെന്ന് നിന്നു. ആ ബോഡി അവർ എക്സ്ക്യൂം ചെയ്തു. അത് കണ്ടുകൊണ്ട് നിന്നു. അദ്ദേഹത്തിന് ഒരു മാനസിക പ്രയാസം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ഭക്തനായി വിശുദ്ധിയോടെ ശരിക്കും നല്ലൊരു മനുഷ്യനായി ജീവിച്ചു പോയിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അയാൾക്ക് ഒരു ടെൻഷൻ വന്നു. എന്താ ടെൻഷൻ? അദ്ദേഹത്തിന് കുറിച്ച് ശവമടക്കി അത് തിരിച്ചെടുക്കേണ്ടി വന്നു. അതൊരു അസാധാരണ സംഭവമാണ്. അദ്ദേഹത്തിനൊരു ടെൻഷൻ ഉണ്ടായി. അദ്ദേഹത്തെ പിശാച് ബാധിച്ചെന്നും പറഞ്ഞ് തിരുവനന്തപുരത്ത് അവർ കൊണ്ടിട്ടിരുന്നു. ഞാൻ പലരോടായി സംസാരിച്ചു. അത് വിട്ടുതാ, കൊണ്ട് ഗുളിക കഴിപ്പിച്ച മാറത്തക്കതേ ഉള്ളൂ.
ആ മനുഷ്യനൊരു ഭ്രാന്തനെ പോലെ പെരുമാറി. അയാൾ മുടി നീട്ടി വളർത്തി. ഒരുപാട് പ്രതിസന്ധികൾ അയാൾക്കുണ്ടായി. അയാളോട് ഡീൽ ചെയ്തതൊക്കെ വളരെ മോശമായിട്ടാണ്. കാരണം ഇവര് കരുതുന്നത് അയാൾക്ക് പിശാച് കയറിയെന്നാണ്. അല്ല, അത് മാനസിക പ്രശ്നമായിരുന്നു. ഒരു 10-15 ഗുളിക കൊടുത്താൽ തീരാമായിരുന്ന പ്രശ്നം കർത്താവിന്റെ മണവാട്ടിയാകാൻ ഇറങ്ങിത്തിരിച്ച ആ മനുഷ്യന്റെ ജീവിതം ഒന്നുമില്ലാതാക്കി തീർത്തു കളഞ്ഞു ഇവറ്റകൾ. ഇതിനൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യത്തെയൊക്കെ നമുക്ക് പറഞ്ഞ ആൾക്കാരെ തെറ്റിപ്പിക്കാൻ പറ്റത്തില്ല. എൻ്റെ അപ്പന്റെ അപ്പനും എൻ്റെ അപ്പന്റെ അമ്മയും 33-36 വയസ്സുകളിലും എൻ്റെ അമ്മയുടെ അമ്മ 36-35 വയസ്സിലും മരുന്നെടുക്കാതെ മരിച്ചവരാണ്. അതിനോട് എനിക്ക് തെറ്റൊന്നും, എനിക്ക് വിഷമം തോന്നുന്നില്ല. മരുന്നെടുക്കാതെ മരിച്ച ഒരുപാട് പേരെ എനിക്കറിയാം. കുറച്ചു മരുന്ന് കഴിച്ചിരുന്നുവെങ്കിൽ ഇന്നും അവർക്ക് കഴിയാനും കഴിയുമായിരുന്നു. വിഴവൂർ TPM-ൽ നിന്നൊരു സുവിശേഷകൻ ശുശ്രൂഷയ്ക്ക് പോയി. നാളുകൾ കഴിഞ്ഞപ്പോൾ അവന് സഹിക്കാൻ പറ്റാത്ത രോഗം ബാധിച്ചു. ഇവര് മരുന്നും കൊടുക്കുന്നില്ല, ഇവരൊന്നും ചെയ്യുന്നുമില്ല. എന്നാ പ്രാർത്ഥിച്ച് സുഖാക്ക്, അതുമില്ല. ഒടുവിൽ സംഭവിച്ചത് അയാൾ ഇത് കളഞ്ഞേച്ച് തിരിച്ചു പോകുന്നു. വന്ന് മരുന്ന് കഴിച്ച് അയാൾ സുഖത്തോടെ ജീവിക്കുകയാണ്. പക്ഷെ ഇവർ ശുശ്രൂഷകരെടുക്കത്തുമില്ല. വീട്ടുകാരെ വിശ്വാസികളായതുകൊണ്ട് വീട്ടുകാരെടുപ്പിക്കത്തുമില്ല. ആ ഒരു കണ്ടീഷൻ അയാൾക്ക് സംഭവിച്ചു. അപ്പോൾ ഇതുപോലെ അയാൾ ഇപ്പൊ സുഖമായിട്ടിരിക്കുകയാണ്. അതുപോലെ മരുന്ന് കൊടുത്ത് അവിടെ സുഖമാക്കിയിട്ട് അവിടെയൊക്കെ നിലനിർത്തിയിരുന്നുവെങ്കിൽ ഇന്നും അയാൾ ശുശ്രൂഷിച്ച് ജീവിക്കേണ്ടുന്ന മനുഷ്യനാണ്. അതാ ഞാൻ പറഞ്ഞത്, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെട്ട് മരുന്ന് കൊടുക്കാതെ മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു എന്നുള്ളതാണ് ശോചനീയമായ കാര്യം. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് നിലത്ത് വീഴുന്ന ആളിനെ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിസിൻ ചെയ്ത് എല്ലുപൊട്ടൽ വല്ലതും ഉണ്ടെങ്കിൽ റെഡിയാക്കി, ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് വൃത്തിയാക്കി 5-6 മാസം കഴിയുമ്പോൾ ഇരട്ടി ശക്തിയോടെ തിരിച്ചു വന്ന് ശുശ്രൂഷ ചെയ്യേണ്ട മനുഷ്യനെ ഒന്ന് കുഴിച്ചു മൂടിക്കളഞ്ഞു എന്നല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാൻ കഴിയുന്നില്ല. ഇതിനൊന്നും കൂടുതൽ ന്യായീകരിക്കാൻ ആരും വരുമൊന്നും വേണ്ട. ഇനി ഒരാൾ എന്റെ കർത്താവ് എനിക്ക് സുഖം തരുമെന്ന് പറഞ്ഞ് വിശ്വസിച്ച്, അതിന് ബൈബിളിൽ വേറെ സ്കോപ്പൊന്നുമില്ല, അത്തരത്തിൽ ബൈബിളിൽ വാക്യങ്ങളുമില്ല. ഇതൊക്കെ നമ്മള് ആവശ്യമില്ലാതെ കൊണ്ട് തിരികെ കയറ്റി ജനത്തെ കൺഫ്യൂസ്ഡ് ആക്കി നശിപ്പിച്ച ചില കാര്യങ്ങളാണ്. മരുന്ന് കഴിക്കാതിരിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ആലോചിക്കണം. മരുന്ന് കഴിച്ചത് കൊണ്ട് കർത്താവിനോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നുണ്ടോ എന്നതിനെ കുറിച്ചും ആലോചിക്കണം, പഠിക്കണം. എവിടെ നിന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞതിനെ ശിരസാ വഹിച്ച് നടക്കുന്നത് മൗഢ്യമാണ്, അബദ്ധമാണെന്നാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. അതുപോലെ ഒരു സഹോദരി പറയുന്നത് ഞാൻ കേട്ടു. അവരെ AG-യിലായിരുന്നു. അവിടെ നിന്ന് അവർ പിന്നീട് TPM-ലേക്ക് പോയി. അതിനകത്ത് ഒരു സുതാര്യതയും അവരുടെ സാക്ഷ്യത്തിൽ എനിക്ക് തോന്നിയില്ല. കാരണം ഒന്ന്, AG ചർച്ചിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി, എല്ലാവരും കൂടെ അവരെ ഒറ്റപ്പെടുത്തി. അത് സ്വാഭാവികമാണ്, അതെവിടെയും ഉണ്ടാവും. ഏത് സഭയിലാണ് അത് ഉണ്ടാവാത്തത്? TPM-ൽ ഉണ്ടാവില്ലേ? എനിക്കുണ്ടായിട്ടുണ്ട്. അതിലൊന്നും കാര്യമൊന്നുമില്ല. എന്നെ ചിന്തിപ്പിച്ചത്, ഞാൻ അറിയാത്ത കുറ്റം എന്റെ മേൽ ആരോപിച്ചു. എന്റെ അപ്പൻ എന്നെ അടിക്കാൻ പോയി, എന്റെ മേലിൽ അടി വീണിരുന്നു എങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. ഇദ്ദേഹം അറിഞ്ഞ ക്രിസ്തു ഏതാ? ഇദ്ദേഹം എന്ത് മാനസാന്തരപ്പെട്ടതായി പറയുന്നത്? ഞാൻ അറിയാത്ത കാര്യം എന്റെ മേൽ ചുമത്തിയാൽ, അതിന്റെ പേരിൽ ഒരു അടി അപ്പൻ തന്നാൽ ആത്മഹത്യ ചെയ്യാനുള്ളതാണോ ജീവിതം? എന്ത് മാനസാന്തരമാണ് പെട്ടത്? എന്ത് രക്ഷയാണ് സംഭവിച്ചത്? എന്ത് പരിശുദ്ധാത്മാവിനെയാണ് പ്രാപിച്ചത്? ഒരു ചുക്കും ഉണ്ടായില്ല. അതായാലും പ്രത്യേകത. പിന്നീട് ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ TPM സ്തോത്രം, TPM സ്തോത്രം എന്ന് എഴുതി കാണിച്ചെന്നോ കേൾപ്പിച്ചെന്നോ ഐ ഡോണ്ട് നോ. അങ്ങനെയാണെങ്കിൽ സഹോദരിക്ക് സംഭവിക്കേണ്ടിയിരുന്നത്, സുവിശേഷ വേലയ്ക്ക് പോകാനുള്ള താല്പര്യത്തോടെ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയമെന്നാണ് പറഞ്ഞു കേട്ടത്. രക്ഷിക്കപ്പെട്ട ആളല്ലെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അന്നത്തെ കാര്യം, ഇന്നത്തെ കാര്യം എനിക്കറിയില്ല. ഇന്നും ഒരവസരം കിട്ടിയപ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡിനെതിരെ അടിക്കാൻ വേണ്ടി വാരിക്കെട്ടി ഇറങ്ങിയതിൽ നിന്നും രക്ഷിക്കപ്പെട്ടതല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഞാൻ അവിടെ ഒന്നും പറയാൻ സമയം എടുക്കുന്നില്ല. ഒരു കാര്യം എനിക്ക് പറഞ്ഞങ്ങ് വിടണം. വേണ്ടി വന്നാൽ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യും. അപ്പോൾ അതിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചർച്ചിനകത്ത് ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചു. എല്ലാം കിടക്കട്ടെ. പിന്നെയും ശുശ്രൂഷയ്ക്കാണ് താല്പര്യം ഉണ്ടായിരുന്നതെങ്കിൽ സംഭവിക്കേണ്ടത് എന്താണ്? TPM സ്തോത്രം, TPM സ്തോത്രം എന്ന് എഴുതി കാണിച്ചെങ്കിൽ TPM-ൽ സുവിശേഷ വേലയ്ക്ക് പോകണമായിരുന്നു. എങ്ങനെ? വിവാഹം കഴിക്കാതെ. അപ്പൊ അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല, അതിന് പറ്റിയില്ല. പിന്നെന്താ ചെയ്തത്?
TPM സ്വത്രം കേട്ടോണ്ടിരുന്നപ്പോൾ TPM ഒരു കല്യാണം വന്നു, അതങ്ങ് കഴിച്ചു. എന്നിട്ട് TPM കാരിയായി. എങ്ങനെ നമുക്ക് TPM കാരി എന്ന് പറയാൻ പറ്റും? പിന്നെ അവിടെ ചെന്നിരുന്ന് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചു, അവിടെ എന്താണ് കുഴപ്പം, അവിടെ എന്താണ് കുഴപ്പമെന്ന് മനസ്സിലാവില്ല. ഒരുപാട് കുഴപ്പമുണ്ട് അവിടെ, അതെന്താണെന്ന് മനസ്സിലാവില്ല. 144,000 മാത്രമൊന്നുമല്ല പ്രശ്നം. വെളിപ്പാട് പുസ്തകമൊക്കെ വ്യാഖ്യാനിക്കുന്നത് 100% TPM വ്യാഖ്യാനിക്കുന്നത് അബദ്ധം തന്നെയാണ്. പിന്നെ അതിന് നമുക്കൊരു പ്രശ്നമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. കാരണം സ്വർഗത്തിൽ ചെന്നിട്ടുള്ള കാര്യമല്ലേ, വരുന്നിടത്ത് വെച്ച് കാണാം, അതങ്ങ് വിട്ടുകളയാം. വെളിപ്പാട് പുസ്തകത്തിൽ എവിടെയൊക്കെ ക്വാളിറ്റി ഉള്ള ആൾക്കാരെ കാണുന്നുണ്ടോ അതെല്ലാം ഇവരാണെന്ന് ഇവർ തെറ്റിദ്ധരിക്കും. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു ആൺകുട്ടി, അതെവരാണെന്ന് പറയും. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ഒരു 1,44,000 അതെവരാണെന്ന് പറയും. മനസ്സിലായോ? അവിടെയാണ് പറയുന്നത് അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. ആ വാക്യത്തിന്റെ അർത്ഥം പോലും തിരിച്ചറിയാതെയാണ് ഇവര് കന്യകമാരാണെന്നും അതുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തതെന്നും പറഞ്ഞ് വെറുതെ ഈ ജനത്തെ കബളിപ്പിക്കുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത് തെക്കേത് വടക്കേതെന്ന് ഇവർക്ക് അറിയില്ല എന്ന കാര്യം. വളരെ ശ്രദ്ധിക്കുക. അവർ കന്യകമാരാകയാൽ, പ്രധാന പദം അവർ. ഒരിക്കലും കർത്താവിന്റെ കാന്തയെ അവർ എന്നുപയോഗിക്കില്ല, അവൾ എന്നേ പറയൂ. സിംഗുലർ ഫോമേ പറയൂ, പ്ലൂറൽ ഫോം ഉപയോഗിക്കില്ല. അവർ കന്യകമാരാകയാൽ, കണ്ടോ, കന്യകമാരാകയാൽ അതിന്റെ അർത്ഥം പ്ലൂറൽ ഫോമാണ്. 2 ഫെമിനിൻ ജെൻഡറാണ്, കന്യകമാരാകയാൽ. അടുത്ത് സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ, അതും ഫെമിനിൻ ജെൻഡറാണ്. അപ്പൊ കന്യകമാർ സ്ത്രീകളോട് മാലിന്യപ്പെട്ടില്ല, 2 ഫെമിനിൻ ജെൻഡറാണ്. ഇത് കല്യാണത്തെ കുറിച്ച് പറയുന്നതല്ല, ഇത് ഇസ്രായേലിലെ 144,000 കുറിച്ച് പറയുകയാണ്. അവർ കന്യകമാർ എന്ന് പറഞ്ഞാൽ വിശുദ്ധരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെട്ടില്ല, മറ്റിതര ജാതികളോട് മറ്റിതര മതത്തോട് ഇടപഴകിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ദൗർഭാഗ്യവശാൽ കോളേജിൽ പഠിച്ചിട്ടില്ലാത്ത, തെക്കേത് വടക്കേതെന്നറിയില്ലാത്ത, വചനം എന്താണെന്നറിയില്ലാത്ത ഏതോ വ്യാഖ്യാതാവ് വ്യാഖ്യാനിച്ചിട്ട് കൊടുത്തു. പാസ്റ്റർ ആൽവിൻ ആണോന്ന് എനിക്കറിയില്ല. അവർ കന്യകമാർ, വിവാഹം കഴിക്കാത്ത വിശുദ്ധന്മാരെ കുറിച്ചാണ് പറയുന്നത്. വിവാഹം കഴിക്കാത്തത് എങ്ങനെ വിശുദ്ധനാവും? വിവാഹം എല്ലാവർക്കും മാന്യമെന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് യഹോവയായ ദൈവം പറയുമ്പോൾ, വിവാഹത്തിന് പരിപാവനമായ സ്ഥാനം ഉദ്ധരിച്ച് കാണിച്ചുകൊണ്ട് യേശു ക്രിസ്തു പറയുമ്പോൾ, വിവാഹം എങ്ങനെ നന്നല്ലാത്തതായി മാറും? വിവാഹം കഴിക്കാതിരിക്കുന്നത് എങ്ങനെ വിശുദ്ധിയായി മാറും? വെള്ള ഉടുപ്പിടുന്നതോ കല്യാണം കഴിക്കാതിരിക്കുന്നതോ അല്ല വിശുദ്ധി. ലോകത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നതാണ് വിശുദ്ധി. ലൈംഗിക ബന്ധം അശുദ്ധിയാണെങ്കിൽ, വീഡിയോയിൽ കയറി നീ സംസാരിക്കുന്ന സഹോദരി TPMലെ വിശ്വാസിയെ കല്യാണം കഴിച്ചിരിക്കുകയല്ലേ, കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ പോലും ശാരീരിക ബന്ധം നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് അശുദ്ധിയല്ലേ? അപ്പൊ ഏത് ഗ്രൂപ്പിൽ പോകാനാണ് നിങ്ങൾ വിശ്വാസികൾ വരുന്നത്? അതാ പറഞ്ഞത്. അടുത്തവരെ പഠിപ്പിക്കുന്നത് വിശുദ്ധന്മാർ, വിവാഹം കഴിക്കാത്തവർ സിയോനിലിരിക്കും. വിവാഹം കഴിച്ചവർ താഴോട്ടിരിക്കും. 2ഉം 3ഉം കഴിച്ചവർ താഴോട്ടിരിക്കും. ഇതാണോ രീതി? നിങ്ങളേക്ക് ആരാണ് പറഞ്ഞ് തെറ്റിച്ച് കളഞ്ഞത്? ആദ്യം നിങ്ങൾ വചനം പഠിക്കാൻ ശ്രമിക്കൂ. മനസ്സിലായോ? അപ്പൊ TPM എന്ന ചർച്ചിന്റെ ഡിസിപ്ലിൻ മാത്രമേ അതിനകത്തുള്ളൂ. കാത്തലിക് ചർച്ച് പോലെ വചനം എന്താണെന്ന് തിരിച്ചറിയില്ലാത്ത ഒരു കൂട്ടം ജനം അതിനകത്തുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇനി പുറത്തു പോയി വചനം പഠിക്കുന്നവരുണ്ട് കേട്ടോ, ഞാൻ അവരൊന്നും പറയുന്നില്ല. പാസ്റ്റർ പുറത്ത് നിന്ന് പഠിച്ചാൽ സഭ വിട്ടിരിക്കും, ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്. കാരണം അതിനകത്തൊന്നുമില്ലെന്ന് അവർക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് സിസ്റ്റം അല്ല നമുക്ക് ആവശ്യം, കണ്ടന്റ് ആണ് നമുക്ക് ആവശ്യം. മനസ്സിലായോ? അപ്പോൾ ഈ സഹോദരി TPMലേക്ക് പോയത് വിവാഹാർത്ഥമാണ്. അവിടുത്തെ വിശ്വാസിയായിട്ടിരിക്കുന്നത് തെറ്റൊന്നുമല്ല, കാര്യം നടക്കട്ടെ. പക്ഷെ 2ാമത്തെ വീഡിയോയുടെ ഒടുവിൽ നാട്ടിലെ പാസ്റ്റർമാർക്കൊക്കെ ഉപദേശം നൽകുകയാണ്. അതിനും വേണ്ടും സഹോദരി വളർന്നില്ല. അതങ്ങോട്ട് തിരിഞ്ഞിരുന്ന് നിങ്ങളെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകരോട് ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. സുവിശേഷ വേല ചെയ്യാനും പുറത്തിറങ്ങി സുവിശേഷം അറിയിക്കാനും ഒക്കെ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് പറഞ്ഞാൽ മതി. അവർക്കാണ് ഈ പണിയൊന്നും ഇല്ലാത്തത്. മുണ്ടും ചുബ്ബ അലക്കലും ഇത് ഉടുക്കലും മാത്രമേ ജോലിയുള്ളൂ. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഈ പണി ചെയ്തിട്ട് നടക്കുന്നവരാണ്. ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകന്മാരും സുവിശേഷം അറിയിക്കുന്നവരാണ്. ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകന്മാരും കുടുംബം ഉണ്ടായിരുന്നിട്ട് കുടുംബത്തെ പുലർത്തുകയും അതോടൊപ്പം അവർ കർത്താവിന്റെ വേല ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് പ്രസ്ഥാനം എന്ന നിലയിൽ തിരക്കേടില്ല, കൊള്ളാം. വചനത്തിന്റെ ആഴത്തിൽ കൃത്യതയാണെന്നൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. കുളിച്ചൊരുങ്ങി വെള്ളയുടുത്ത് നടക്കുന്നതാണ് വിശുദ്ധിയെങ്കിൽ TPM വിശുദ്ധ സഭയാണ്.
ബ്രഹ്മകുമാരീസിന്റെ സ്ഥലം വിശുദ്ധ സഭ എന്ന് പറയേണ്ടി വരും. വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് വിശുദ്ധിയെങ്കിൽ ഹിമാലയത്തിലെ സന്യാസിമാർ മുഴുവൻ വിശുദ്ധരാണെന്ന് പറയേണ്ടി വരും. കാത്തലിക് പ്രീസ്റ്റ് എല്ലാം വിശുദ്ധരാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് അതും ഇതുമൊന്നുമല്ല വിശുദ്ധി എന്നത് തിരിച്ചറിയുന്ന കാലത്തെ കാര്യം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അതുപോലെ വെളിപ്പാട് പുസ്തകത്തിൽ കയ്യിൽ കിട്ടുന്നതെല്ലാം അവരാണെന്ന് പറയുന്ന ഒരു ശീലമുണ്ട്. വെളിപ്പാട് പുസ്തകത്തോടുള്ള ബന്ധത്തിലും സഭയുടെ സ്ട്രക്ചറിനോടുള്ള ബന്ധത്തിലും പറയുന്ന എല്ലാ കാര്യങ്ങളും തെറ്റു തന്നെയാണ്. അത് അംഗീകരിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അവകൾ നിത്യതയെ ബാധിക്കുന്നതല്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇനി നിങ്ങൾ ചർച്ചിലെ സെറ്റപ്പിൽ നോക്കൂ, അവരുടെ ഇരിപ്പിൽ പോലും വ്യത്യാസമുണ്ട്. ഏറ്റവും കൂടിയ പാസ്റ്റർക്ക് ഇരിക്കാനുള്ളത് ഇപ്പൊ പിന്നെ അവർ കസേരയിൽ ഇരിക്കും കേട്ടോ. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ആരും കസേര ഇരിക്കത്തില്ല. ഇനി ഏതായാലും ഏറ്റവും കൂടിയ പാസ്റ്റർക്ക് ഇരിക്കാനുള്ളത് വളരെ നൈസായിട്ടുള്ള മെത്തപ്പായാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെത്തപ്പായാണ്. അതിൽ കുറച്ചുകൂടെ ഗ്രേഡ് കുറഞ്ഞവർക്ക് പായുടെ ക്വാളിറ്റി കുറയും. അതിന്റെ കുറച്ചുകൂടി താഴോട്ട് വരുമ്പോൾ ക്വാളിറ്റി കുറയും. താഴോട്ടൊക്കെ വരുന്ന സാധാരണ പാട്ടുകാരി സഹോദരിമാർക്കൊക്കെ തീരെ ക്വാളിറ്റി കുറഞ്ഞ വലിയ പൊളിയുള്ള പായാണ് വിരിച്ചു കൊടുക്കുന്നത്. വിശ്വാസികൾക്കൊക്കെ കീറി പൊളിഞ്ഞതും പിന്നെ ഏറ്റവും ബാക്കിലോട്ട് ചെല്ലുമ്പോൾ ഓല കീറിട്ട് കൊടുക്കും. അത് അവരുടെ കൃപയ്ക്കനുസരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇങ്ങനെയാണ് സ്വർഗത്തിൽ എന്നാണ് ഇവർ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. ആഹാരം കഴിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇവർക്ക് എല്ലാവർക്കും ക്ലാസിഫിക്കേഷൻ ഉണ്ട്, വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഇല്ല എന്ന് പറയാനും എല്ലാം ഭയങ്കര വിശുദ്ധമാണെന്ന് പറയാനും ഒരു സഹോദരി ഇറങ്ങി പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് മറുപടി പറയേണ്ടി വന്നത്. ഇല്ലെങ്കിൽ ഞാൻ പറയത്തില്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോ 7000-8000 ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോ അതിനൊരു മറുപടി പറയണം എന്ന് എനിക്ക് തോന്നുകയും കൂടി ചെയ്തത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. എനിക്ക് TPM-കാരോട് പറയാനുള്ളത്, ചർച്ചും സെറ്റപ്പും ആ കെട്ടുപാടൊക്കെ കൊള്ളാം, പക്ഷേ കൃത്യം ഉപദേശം നമുക്ക് വേണം. വെള്ള ധരിച്ച് നടക്കുന്നതിനെ അല്ല വിശുദ്ധി എന്ന് പറയുന്നത് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ലോകത്തോട് വേർപെട്ട് കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നതാണ്. വിവാഹം കഴിക്കാതിരിക്കുന്നതുമല്ല വിശുദ്ധി എന്ന വസ്തുത കൃത്യമായി തിരിച്ചറിയണം. അതുകൊണ്ട് TPM എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണെന്നും ബാക്കി സഭകളൊക്കെ 1ാം ക്ലാസ് ആണെന്നും TPM വിശ്വാസികൾ പറയും. ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം ഈ പറയുന്നവന് ബൈബിളില് 66 പുസ്തകമുണ്ടെന്ന് പോലും അറിയത്തില്ല. യേശു ആരാണെന്ന് അറിയത്തില്ല. ഇവരുടെ പേഴ്സണലി 10 ചോദ്യം ചോദിച്ചു നോക്കിയാൽ ഒരെണ്ണത്തിന് ഒരു ഉത്തരം പറയത്തില്ല. ഇവരിങ്ങനെ അപ്പച്ച അമ്മച്ചി എന്ന് വിളിച്ചുകൊണ്ട് നടക്കും. അവർ പറയുന്ന അനുസരിച്ച് കൈ പൊക്കലും കൈ താഴ്ത്തലും കഞ്ഞി വെച്ച് കുടിയലും പിന്നെ ഏറ്റവും വലിയ പരിപാടി ഫുഡ് കഴിപ്പാണ്. ഇതുമായിട്ട് അവരങ്ങനെ നടക്കും. അല്ലാതെ കഥ അറിഞ്ഞിട്ടല്ല വിശ്വാസികൾ ആട്ടം കാണുന്നതെന്ന് ഉറപ്പാണ്. എന്റെ കൂടെ വിഴവൂർ ചർച്ചിൽ ആരാധിച്ചവരിൽ നിന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് ഭേദം. പിന്നെ വിഴവൂർ ചർച്ചിൽ നിന്ന് TPM ചർച്ചിൽ നിന്ന് എത്രയോ പേർ AG ചർച്ചിലേക്ക് പോയി. ഒരു കുഴപ്പമില്ല. അവരെല്ലാം ആത്മീകമായി പിന്നെയും വളരുകയേ ചെയ്തിട്ടുള്ളൂ. ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് പറഞ്ഞ ഒരു തെറ്റുമില്ല. AG ന്നും പലരും TPM-ൽ വന്നിട്ടുണ്ടായിരിക്കാം. ഇതൊന്നും തെറ്റല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാം. പ്രസ്ഥാനങ്ങൾ ഒന്നും നമ്മളെ നിത്യതയ്ക്ക് എത്തിക്കില്ല. പ്രസ്ഥാനങ്ങളിൽ വന്നുപെട്ടിട്ടുള്ള ഉപദേശങ്ങൾക്ക് അവരുടെ സ്ഥാപകരുമായിട്ടോ പിൽക്കാലത്ത് വന്ന ഉപദേശിമാരുമായിട്ടോ കൃത്യമായി ബന്ധമുണ്ടായിരിക്കും. നമ്മൾ അതിനെ തിരുവഴുത്തിലുണ്ടോ എന്ന് നോക്കി പരിശോധിച്ച് നല്ലത് മുറുകെ പിടിച്ച് നിത്യതയ്ക്ക് ഒരുങ്ങണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ പ്രസ്ഥാനങ്ങളല്ല നമ്മളെ നിത്യതയ്ക്ക് കൊണ്ടെത്തിക്കുന്ന വസ്തുത തിരിച്ചറിയുക. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെങ്കിലും സംശയങ്ങളുള്ളവർ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. നമുക്ക് തമ്മിൽ ചർച്ച ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.